ശ്രദ്ധിക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു അറേ വേരിയബിളിലേക്ക് എങ്ങനെയാണ് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യുക, അറേ വേരിയബിൾ എങ്ങനെയാണ് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യാം, അത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം എക്സസൈസും കൂടെ നമുക്ക് നോക്കി നോക്കാം ഒരു എക്സാമ്പിൾ ആയിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞു നമ്മുടെ അറേ വേരിയബിൾസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യുക, എങ്ങനെയാണ് അതിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ഒരു എക്സാമ്പിളോട് കൂടിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 3 വേരിയബിൾ ഞാൻ അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അറേ വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. മാർക്ക് എന്ന് പറയുന്ന ഒരു ഇൻഡിജർ വാല്യൂബിളും ആവറേജ് എന്ന് പറയുന്ന ഒരു ഫ്ലോട്ട് വാല്യൂബിളും നെയിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വാല്യൂബിൾ ഞാൻ അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇന്റ് എന്ന് പറയുന്ന ഈ മാർക്ക് എന്ന് പറയുന്ന ഇൻഡിജർ വാല്യൂബിളിലേക്ക് 5 വാല്യൂസ് എനിക്ക് സ്റ്റോർ ചെയ്യാം. ആവറേജ് എന്ന് പറയുന്ന ഈ ഫ്ലോട്ട് വാല്യൂബിൾക്ക് എനിക്ക് 3 വാല്യൂസ് എനിക്ക് സ്റ്റോർ ചെയ്യാം. ഈ ക്യാരക്ടർ വാല്യൂബിൾ ആയിട്ടുള്ള നെയിമിലേക്ക് എനിക്ക് 5 വാല്യൂസ് എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മാർക്ക് ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്ക് എന്ന വേരിയബിളിലേക്ക് 5 വാല്യൂസ് മീൻസ് 5 മാർക്കുകൾ എനിക്ക് സ്റ്റോർ ചെയ്യാം. ആ മാർക്കുകൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 10, 3, 2, 8, 9 അല്ലേ. ഇത് മെമ്മറിയിൽ എങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്യാന്നാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ 0-ലാണ് അറേ ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക 0-ലാണ്, പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 0-ൽ സ്റ്റാർട്ട് ചെയ്തു. 5 മാർക്കുകളാണ്. മാർക്ക് ഓഫ് 0 എന്ന് പറയുന്നത് 10ഉം, മാർക്ക് ഓഫ് 1 എന്ന് പറയുന്നത് 3ഉം, മാർക്ക് ഓഫ് 2 എന്ന് പറയുന്നത് 2ഉം, മാർക്ക് ഓഫ് 3 എന്ന് പറയുന്നത് 8ഉം, മാർക്ക് ഓഫ് 4 എന്ന് പറയുന്നത് 9ഉമാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മാർക്ക് എന്ന് പറയുന്ന വാരിയബിളിന്റെ 0th വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. മാർക്ക് എന്ന് പറയുന്ന വാരിയബിളിന്റെ സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ മാർക്ക് എന്ന് പറയുന്ന വാരിയബിളിന്റെ 4th വാല്യൂ എന്ന് പറയുന്നത് അവിടെ 9 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത് നോക്കിയിട്ട് ഫ്ലോട്ട് എന്ന് പറയുന്ന ആയിട്ടുള്ള ആവറേജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ട് 3 ഫ്ലോട്ട് നമ്പേഴ്സ് എനിക്ക് എനിക്ക് സ്റ്റോർ ചെയ്യാം. അതായത് പോയിന്റ് വരുന്ന നമ്പേഴ്സ് എനിക്ക് avg എന്ന് പറയുന്ന ആ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. ഞാൻ ഓൾറെഡി അതിനെ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അത് 5.3, 2.8, 2.3. അപ്പോൾ അത് മെമ്മറിയിൽ ഇങ്ങനെ ആയിരിക്കും ലൊക്കേഷൻ ഇങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക. അറേ ഇൻഡെക്സ് 0-ൽ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഇതുപോലെ തന്നെ avg ഓഫ് 0 എന്ന് പറയുന്നത് 5.3 ആണ്. അതുപോലെ തന്നെ ആവറേജ് ഓഫ് 2 എന്ന് പറയുന്നത് തേർഡ് വാല്യൂ ആയിട്ടുള്ള എത്രയാണ് അവിടെ 2.3 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മെമ്മറി ലൊക്കേഷൻസ്. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അവിടെ നെയിം ആണ്. നെയിമിലേക്ക് ഞാൻ 5 ക്യാരക്ടേഴ്സ് എനിക്ക് സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ ഒന്നാമത്തെ ക്യാരക്ടർ ഒരു ക്യാരക്ടർ ആവുക കാരണമാണ് ഞാൻ സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ARUN, അതായത് അരുൺ എന്ന് പറയുന്ന ഒരു പേരാണ് എനിക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇനീഷ്യലൈസ് ചെയ്തു. ഒന്നാമത് കൊടുക്കുന്നത് എയ്ക്ക്, ഒന്നാമത് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് A ആണ്, രണ്ടാമത്തെ വാല്യൂ R, മൂന്നാമത്തെ വാല്യൂ U, നാലാമത്തെ വാല്യൂ N. അത് മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് നെയിം ഓഫ് 0 എന്ന് പറയുന്നത് A ആണ്, നെയിം ഓഫ് 1 എന്ന് പറയുന്നത് R ആണ്, നെയിം ഓഫ് 2 എന്ന് പറയുന്നത് U ആണ്, നെയിം ഓഫ് 3 എന്ന് പറയുന്നത് N ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 4 ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. പക്ഷെ ഇവിടെ ഞാൻ 5 ക്യാരക്ടേഴ്സിനുള്ള ഡിക്ലറേഷനാണ് ഞാൻ ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് ഒന്ന് വരും അല്ലേ. അതായത് 5 ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 5 ലൊക്കേഷൻസ് ഈ വാരിയബിളിന് വേണ്ടിയിട്ട് അവിടെ ഒഴിച്ചിട്ടു, നെയിമിലേക്ക് വേണ്ടിയിട്ട് അല്ലേ. നെയിം ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം എന്ന് പറയുന്ന ക്യാരക്ടർ വാരിയബിളിന് വേണ്ടിയിട്ട് മെമ്മറി ലൊക്കേഷനിൽ 5 ലൊക്കേഷൻ സ്റ്റോറേജ് ലൊക്കേഷൻ അവിടെ റിസർവ് ചെയ്തിട്ടു. പക്ഷെ അവിടേക്ക് ആകെ 4 ക്യാരക്ടേഴ്സ് മാത്രമേ ഞാൻ സ്റ്റോർ ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പൊ അഞ്ചാമത്തെ ഒരു ക്യാരക്ടർ ഉണ്ടോ അവിടെ ഇല്ല. അപ്പൊ ഒരു അറേസിന്റെ സൈസ് എത്രയായാലും കുഴപ്പമില്ല. പക്ഷെ അറേസിന്റെ മാക്സിമം സൈസിനേക്കാൾ താഴെ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയപ്പോ ഇവിടെ 5 ലൊക്കേഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ എനിക്ക് അവിടെ 4 ഉണ്ടല്ലോ. ഒന്നും പേടിക്കാനില്ല. ലാസ്റ്റ് വരുന്നത് അവിടെ എത്രയായിരിക്കും? ക്യാരക്ടർ അറേയുടെ ലാസ്റ്റ് ക്യാരക്ടർ എപ്പോഴും എന്തായിരിക്കും? /0 ആയിരിക്കും. അതായത് /0 എന്ന് പറഞ്ഞാൽ നൾ ആയിരിക്കും. /0 empty ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ റീഡ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി നോക്കാം. ഇവിടെ നമ്മൾ 3 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വാരിയബിൾസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തത്. ഇൻറ്റീജർ ആയിട്ടും ഫ്ലോട്ട് ആയിട്ടും ക്യാരക്ടർ ആയിട്ടും. ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ക്യാരക്ടർ അറേസിന്റെ വാല്യൂസ് എപ്പോഴും സ്റ്റോർ ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്ന് പറയുന്നത് അവിടെ എത്രയായിരിക്കും? /0 ആയിരിക്കും. അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇനി നമുക്ക് ഇത് വെച്ചുകൊണ്ടുള്ള ചെറിയ ഒരു പ്രോഗ്രാം നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ അറേസ് എന്താണെന്ന് പഠിച്ചു, അറേസിന്റെ എലമെന്റ്സ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യാന്ന് പഠിച്ചു, അതുപോലെ തന്നെ എങ്ങനെയാണ് വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ചെറുതായിട്ടൊരു പ്രോഗ്രാം വെച്ച് നോക്കാം. നമ്മൾ ഇത്ര നേരം പഠിച്ചത് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു പ്രോഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം.
അതായത് 5 നമ്പറുകൾ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് അത് സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ 5 നമ്പറിൽ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാൻ 5 നമ്പേഴ്സിന്റെ കൂടെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കി നോക്കാം. ഇവിടെ ഞാൻ ഒരു ലൂപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാമിൽ, ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ 5 വാല്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ 5 വാല്യൂസ് ഉപയോഗിക്കുന്നതിന് 5 വേരിയബിൾസ് യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, അറേ ഇൻഡെക്സിനെ ഇൻക്രീസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മുടെ അറേസ് യൂസ് ചെയ്തു നമുക്ക് പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പോഴേ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പൊ ഇവിടെ നോക്കിയോ, ടു ഫൈൻഡ് ദ സം ഓഫ് എലിമെന്റ്സ് ഓഫ് ആൻ അറേ, ഒരു അറേയിലുള്ള എലിമെന്റ്സിന്റെ സമ്മ് ഫൈൻഡ് ചെയ്യാനുള്ള സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഏതൊരു പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഹെഡർ ഫയൽ ഞാൻ അവിടെ യൂസ് ചെയ്തു, #IOStream.h. പിന്നെ അതുപോലെ തന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് യൂസിങ് നെയിംസ്പേസ് std എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അവിടെ യൂസ് ചെയ്തു. പിന്നെ ഇൻ മെയിൻ ദെൻ ഇവിടെ നമ്മൾ പ്രോഗ്രാം തുടങ്ങുകയാണ്. int a of I sum is equal to 0. അതായത് a എന്ന് പറയുന്ന ഒരു ഇന്റീജർ വേരിയബിൾ ഞാൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഇന്റീജർ അറേ വേരിയബിൾ ഞാൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ അറേസിലേക്ക് എനിക്ക് 5 വാല്യൂസ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും, അതാണ് അതിന്റെ അർത്ഥം. പിന്നെ അതുപോലെ തന്നെ i എന്ന് പറയുന്ന ഒരു ടെമ്പററി വേരിയബിൾ ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, സം എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഈ നമ്പറുകൾ ഇവിടെ കൊടുക്കുന്ന 5 നമ്പറുകൾ കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ സം സ്റ്റോർ ചെയ്യണം, ഈ സം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. പിന്നെ ലൂപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേരിയബിൾ ആണ് i എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിച്ചു നോക്കാം, enter the elements of the array അല്ലേ, ഒരു അറേയിലുള്ള എലിമെന്റ്സ് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. 5 വാല്യൂസ് എൻ്റർ ചെയ്യാൻ, ഇന്റീജർ വാല്യൂസ് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നോർമലി നമ്മൾ അവിടെ സീനിലാണ് വാല്യൂസ് എൻ്റർ ചെയ്യാറ്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചു നോക്കാം, ഇവിടെ നമ്മൾ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുകയാണ്. അതായത് ലൂപ്പ് തുടങ്ങുന്നത് 0-ലാണ്, അവസാനിക്കുന്നത് 4-ലാണ് അല്ലെ. ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ 4-ലാണ്, ഓരോന്ന് വെച്ച് ഇൻക്രീസ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്ന വാല്യൂ 2, 3, 4, 5, 6 അങ്ങനെ 5 എണ്ണാന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ നോക്കി നോക്കാം, സീൻ a of I എന്ന് പറയുന്നത് ഇതായിരിക്കും. a of I എന്ന് പറയുന്നത് 2-ആണ്, കാരണം 0 a of I എന്ന് പറയുന്നത് a of 0 ആണ് വരിക അല്ലെ. a of 0 എന്ന് പറയുന്നത് ഒന്നാമത്തെ വാല്യൂ, a of 1 എന്ന് പറയുന്നത് രണ്ടാമത്തെ വാല്യൂ, a of 2 എന്ന് പറയുന്നത് മൂന്നാമത്തെ വാല്യൂ, a of 3 എന്ന് പറയുന്നത് നാലാമത്തെ വാല്യൂ, a of 4 എന്ന് പറയുന്നത് അഞ്ചാമത്തെ വാല്യൂ. അങ്ങനെ രീതിയിൽ സ്റ്റോർ ആവും. അത് ഇൻക്രീസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ അത് നമുക്ക് കിട്ടി, ഇൻക്രീസ് ചെയ്ത് വന്നു. ഇനി നമുക്ക് അത് എന്ത് ചെയ്യണം, നമുക്ക് സം ചെയ്യണം അല്ലെ, സം ചെയ്യണം, അതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വീണ്ടും ഞാനൊരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, കാരണം ലൂപ്പിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ളത് അല്ലെ, ലൂപ്പിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂസ് വീണ്ടും എന്ത് ചെയ്യണം, അതിന് ഇൻഡെക്സ് വെച്ച് അത് ഫൈൻഡ് ചെയ്യണം. അപ്പൊ ഇൻഡെക്സ് വെച്ച് ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും ലൂപ്പ് യൂസ് ചെയ്തു. നോക്കിയപ്പോൾ സം ഈസ് ഈക്വൽ ടു, സമ്മിന്റെ ഓൾറെഡി എത്ര വാല്യൂ ആണ് ഉള്ളത്, 0 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സം ഈസ് ഈക്വൽ ടു 0 പ്ലസ് a of I. a of I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുത്ത വാല്യൂ ഇവിടെ 2-ആണ്. അപ്പോൾ സം പ്ലസ് a of I എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2-ആണ്. അതായത് 0 പ്ലസ് 2 ഇതിലേക്ക് സ്റ്റോർ ആവുക. വീണ്ടും ലൂപ്പ് വർക്ക് ചെയ്യും. ഇത് 0 എന്നുള്ളത് 1 ആവും. 1 ആവുമ്പോൾ a of 1, അതായത് ഇപ്പൊ ഉള്ള വാല്യൂ, അതായത് 2 പ്ലസ് a of I എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാല്യൂ, മൂന്നാമത്തെ 3 അല്ലെ, നമ്പർ 3. ആ 3 കൂടെ എനിക്ക് 2 പ്ലസ് 3 എന്ന് പറയുന്നത് അവിടെ 5 ആവും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് വന്നിട്ട് a of 4 വരെ കൂടി വരും അല്ലെ. അത് എത്രയാണെന്ന് വെച്ചാൽ അതിലേക്ക് കൂടി വരും. ദെൻ നമുക്ക് സം ഓഫ് എലിമെന്റ്സ് ഓഫ് ദി അറേസ് എന്ന് പറഞ്ഞിട്ട് ഈ സം പ്രിന്റ് ചെയ്യും. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ഈ അറേയുടെ എലിമെന്റ്സിന്റെ സം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഈ സം ഇവിടെ പ്രിന്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം, റിട്ടേൺ 0 കൊടുത്തു. പിന്നെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ enter the elements of the array അല്ലേ, ഒരു അറേയുടെ എലിമെന്റ്സ് എൻ്റർ ചെയ്യാൻ ഞാൻ അവിടെ 5 നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, 3, 8, 2, 1, 5 അല്ലേ. ഒന്നാമത് നമ്മൾ കൊടുക്കുന്നത് a of I യും a of 0 യും, രണ്ടാമത് a of 1, a of 2, a of 3, a of 4. അതെല്ലാം കൂടെ പരസ്പരം ആഡ് ചെയ്തിട്ട് സം ഓഫ് ദി എലിമെന്റ്സ് ഓഫ് ദി അറേസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 19 അവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. 10, 15. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടെ അറേസ് അവിടെ കഴിഞ്ഞു. ഇത്രയാണ് നമ്മളുടെ അറേസിന്റെ ഇനീഷ്യലൈസേഷനും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ഓക്കെ.